ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ വിചാരിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അത് മനസ്സ് തുറന്ന് ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകില്ല. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മറച്ചു പിടിച്ചിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം. അപ്പൊ എന്തൊക്കെയാണെങ്കിൽ പോലും നമ്മൾ അതാണ് ഈ ഒരു റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. യെസ്, വെരി ബ്യൂട്ടിഫുൾ, എക്സ്ട്രാ ഓർഡിനറി. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇംപീഷ്യസ് ആൻഡ് യൂണീക്നെസ്സിനെയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ മയില് അല്ലേ, മയില്, പീകോക്കിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ നാഷണൽ ബേർഡാണ്. അതിനേക്കാൾ ഉപരി എന്താണ്? വളരെയധികം മനോഹരമായിട്ടുള്ളൊരു ബേർഡാണ് അല്ലെ. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്, അതിൻ്റെതായിട്ടുള്ളൊരു അതുല്യമായിട്ടുള്ള കഴിവുകളുണ്ട്. ഡാൻസിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി ഇതൊക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ വേറെ കിളികൾക്കും പക്ഷികൾക്കും ഉണ്ടായിരിക്കാം, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഇത്രയും വരത്തില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ ഏറ്റവും കൂടുതൽ യുണീക്നെസ് ആയിട്ട്, അതുല്യമായിട്ട്, അതായത് നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റാരുമില്ല, ഈ ഒരു ലെവലിൽ നിൽക്കുന്നത് നിങ്ങളാണ്. ഈ പേഴ്സന്റെ മനസ്സിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഒന്നാണ്, നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുപോലെ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുകളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ സംസാരമായിരിക്കാം, ശാന്തതയായിരിക്കാം, സ്വഭാവമായിരിക്കാം, ഓക്കെ, ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങളിലെ ആ ഒരു എനർജി എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവ് ആയിട്ടാണ്, അത്രയും യൂണിക്നെസ് ആയിട്ടാണ്. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊന്നിനെ വെക്കാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവല് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഫോർഗീവിങ് ആൻഡ് ലേണിംഗ് ആണ്. അതായത് നിങ്ങളെന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റ് റിലീസ് ചെയ്യാനും മുന്നോട്ടുള്ള കാര്യങ്ങളെ ഹീൽ ചെയ്തുകൊണ്ട് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ വലിയൊരു പാഠമാക്കി മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഈ വ്യക്തി പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് ലെസൺസ് ഈ വ്യക്തി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് മര്യാദകൾ, എന്താണ് ശരി എന്താണ് തെറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പേഴ്സണ് പഠിക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തി നിങ്ങളിലൂടെ വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നന്നായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തിയെങ്കിൽ വളരെ സമാധാനപ്രിയമായിട്ടുള്ള രീതിയിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ മോശമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം തന്നെ ഹീല് ചെയ്തുകൊണ്ട്, ചിലപ്പോൾ പണ്ടത്തെ ജീവിതത്തിൽ ഈ പേഴ്സൺ അത്രയും ഒരു വൃത്തികെട്ട ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ നിങ്ങളായിട്ടുള്ള ലൈഫിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് അത്രയും പോസിറ്റിവിറ്റി ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് ഒരു പാഠമാണ്. ക്ഷമിച്ചുകൊണ്ടും പുറത്തുകൊണ്ടും സഹിച്ചുകൊണ്ടും ഒക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളായിട്ടുള്ള ജേണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും ക്ഷമയില്ലാണ്ടിരുന്ന ഈ പേഴ്സൺ ഒരുപാട് ക്ഷമ ഈ വ്യക്തിക്ക് കിട്ടി, ക്ഷമിക്കാനുള്ളൊരു മനസ്സ് വന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സണ് പഠിക്കാൻ പറ്റി, അറിയാൻ പറ്റി എന്നുള്ളതാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു സ്പാർക്ക് തോന്നിക്കും. അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു തീക്ഷണമായിട്ടുള്ള ഒരു എനർജിയാണത്. എല്ലാവരുമായിട്ട് നമുക്ക് തോന്നിക്കണമെന്നില്ല.
ഇപ്പൊ വളരെ ചുരുക്കം ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്കത് തോന്നിക്കും. അവരിൽ പല പ്രത്യേകതകളും ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നിക്കുന്നത്. ചിരിയായിരിക്കാം, സംസാരം, ശബ്ദം, മുഖം, അല്ലെങ്കിൽ മിഴികളുടെ പ്രത്യേകത, ഇതൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളിൽ കണ്ടിട്ടുള്ള സ്പാർക്ക് അല്ലെങ്കിൽ നിങ്ങളിൽ വ്യത്യസ്തമായി കണ്ടിട്ടുള്ള കാര്യം എന്താണോ അതിന്നും ഈ വ്യക്തിയുടെ മനസ്സിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് കാണപ്പെടുന്നത്. അത് നിങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാതിൽ അണിഞ്ഞിരുന്ന കമ്മലുകളായിരിക്കാം, നിങ്ങളുടെ ചിരിയായിരിക്കാം, കണ്ണായിരിക്കാം, മുടിയായിരിക്കാം, അങ്ങനെ എന്തു ആണെങ്കിൽ പോലും നിങ്ങളിലുള്ള ആ ഒരു സ്പെഷ്യാലിറ്റി അത് ഒരുപക്ഷെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ഇനിയിപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിൽ ആദ്യമായിട്ട് കണ്ടപ്പോൾ വളരെയധികം സ്പെഷ്യലായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അങ്ങോട്ട് തറച്ചു കയറിയിട്ടുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിൽ കത്തി ജ്വലിക്കുന്നത് പോലെയാണ് ആ ഒരു കാര്യം നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എന്തോ കളർ ആയിരിക്കാം നിങ്ങൾ വസ്ത്രമായിട്ട് ധരിച്ചിട്ടുണ്ടാവുന്നത്. എനിവേ വാട്ട് എവർ ഇറ്റ് ഇസ്, എന്താണെങ്കിലും ആ ഒരു സ്പാർക്ക് ഇപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുക്കുന്നുണ്ട്. ഇപ്പോഴും വളരെ വളരെ പാഷനായിട്ടും വളരെ കത്തിജ്വലിക്കുന്ന രീതിയിലാണ് ഈ പേഴ്സന്റെ മനസ്സിൽ ആ ഒരു സ്പാർക്ക് നിങ്ങളോടുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 100-ൽ 100% നിലനിൽക്കുന്നുണ്ട്, അത് എങ്ങോട്ടും പോയിട്ടില്ല. ആൻഡ് ഓൾസോ ഈ വ്യക്തി എന്താന്ന് വെച്ചാൽ നിങ്ങളായിട്ടുള്ള ഒരുമിച്ചുള്ള കാര്യങ്ങൾ, അതിപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ലഞ്ച് കഴിച്ചിട്ടുണ്ടാകാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കാം, ഡിന്നർ ആയിരിക്കാം. ഇതൊരു കാൻഡിലൈസ്ഡ് ഡിന്നർ ആയിട്ടാണ് നമുക്ക് തോന്നിക്കുന്നത്. രാത്രി മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് നമ്മളൊരു റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇരുന്ന് ഭക്ഷണം വിളമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വദിച്ച് വളരെ പ്രൈവസിയോടുകൂടി കഴിക്കുന്നതിന് തുല്യമായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ട് വളരെയധികം ഒരുമിച്ചുള്ള മനോഹരമായിട്ടുള്ള പ്രൈവസി ആയിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങൾ ഈ വ്യക്തിക്ക് വളരെയധികം സ്പെഷ്യലാണ്. ആ ഒരു സമയത്ത് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ മനസ്സിൽ നിന്നും വരുന്ന കാര്യങ്ങൾ കേൾക്കുവാനും ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷമാണ്. ഇപ്പൊ പുറമേ പറയുമായിരിക്കാം എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്നതാണ് രസം, എല്ലാവരും കൂടെ ആയിട്ട് ടൂർ പോകാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ കുറച്ചും കൂടി ഫ്രീ ആകുന്നതും റൊമാൻറ്റിക് ആകുന്നതും സന്തോഷത്തിലാകുന്നതും ഒക്കെ ഈ പേഴ്സണും നിങ്ങളും മാത്രമുള്ള നിമിഷങ്ങളിലാണ്. അത് ഒരുമിച്ച് നിങ്ങൾ രണ്ടുപേരും മാത്രം ടൂർ പോകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴായിരിക്കാം, വീട്ടിലായിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് ഡിന്നർ എവിടെയെങ്കിലും കഴിക്കാൻ പോകുമ്പോഴായിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഈ വ്യക്തി ഇപ്പൊ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ നടന്നിട്ടില്ലെങ്കിൽ അത് നടപ്പിലാക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ സിനിമയിലും അങ്ങനെ കാണിക്കുന്നത് പോലെ ഒരുമിച്ചുള്ളൊരു ഡിന്നർ, ഒരു നേരത്തെ ഭക്ഷണം, അപ്പോൾ അതൊക്കെ ഈ പേഴ്സൺ വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരിക്കും എന്നാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ചിലപ്പോൾ ഇതിനു മുമ്പത്തെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഈ വ്യക്തി അത് മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ വളരെയധികം സ്പിരിച്വൽ പേഴ്സൺ ആണെന്ന് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനൊന്നും പെട്ടെന്ന് കരയില്ല, പരാതിപ്പെടില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല, എടുത്തുചാട്ടക്കാരല്ല. വളരെ സൗമ്യമായി തന്നെ പെരുമാറുകയും മുന്നോട്ട് പോകുന്ന വ്യക്തിയുമായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കണക്കാക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് തന്നെ എന്താ പറയുക, ചവിട്ടിപ്പൊളിച്ച് ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്ത് അങ്ങനെ പോവുക, അങ്ങനത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവ പ്രകൃതമുള്ള ആളല്ല നിങ്ങൾ എന്ന് ഈ പേഴ്സൺ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്തേക്ക് വരുമ്പം ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനമാണ് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമാധാനം എന്ന് പറയുമ്പോൾ അത് മറ്റാരിൽ നിന്നും ലഭിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് സമാധാനമാണ്. മനസ്സിനൊരു സമാധാനം, അല്ലെങ്കിൽ കണ്ണിനൊരു കുളിർമ, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ ഒരു വളരെയധികം സമാധാനം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്തേക്ക് വരുമ്പോഴാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് വളരെയധികം സമാധാനം ലഭിക്കുന്നതായിട്ടും ഒരു ആത്മീയപരമായിട്ടുള്ള ഒരു അനുഭൂതി ലഭിക്കുന്നതുമായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ പറയാൻ താല്പര്യമില്ലായിരിക്കാം. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടോ സംതിങ് ലൈക്ക് ദാറ്റ്
ഈ പേഴ്സൺ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ മോട്ടിവേഷൻ ആണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് ഓരോ പ്രാവശ്യം, ചിലപ്പോൾ ഓരോ ഇൻസിഡന്റ് ആയിരിക്കാം, ഓരോ അനുഭവമായിരിക്കാം, ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രചോദനമാണ്. അപ്പൊ നിങ്ങളായിട്ടുള്ള കാര്യത്തിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് പ്രചോദനം, എന്ത് കാര്യം ചെയ്യാനും. ചിലപ്പോൾ ഈ പേഴ്സൺ പല കാര്യങ്ങളും ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകാം, വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ചെയ്ത കാര്യം തന്നെ പിന്നെ ചെയ്ത് മടുത്തിട്ടുണ്ടാകാം. അപ്പോൾ അത്തരം സിറ്റുവേഷനിലൊക്കെ അതിനേക്കാൾ കൂടുതൽ പ്രയത്നം ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിച്ചു വന്ന നിങ്ങളോട് ഈ വ്യക്തിക്കൊരു കടപ്പാടുണ്ട്, അല്ലെങ്കിൽ ഒരു അഭിമാനമുണ്ട്, ഒരു റെസ്പെക്റ്റ് ഉണ്ട്, ഒരു ബഹുമാനമുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളോട് ബഹുമാനമുണ്ട്. അതിനേക്കാൾ ഉപരി ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളിലൂടെ, നിങ്ങളുടെ ലൈഫ് സ്റ്റോറി ഈ വ്യക്തി മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പരാതികളും പ്രശ്നങ്ങളും ഇല്ലായ്മയും പോരായ്മയും ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ അതിൽ നിന്നും നിങ്ങൾ ജയിച്ച് കരകയറി വന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളിലെ ആ ഒരു ധൈര്യം, അത് ഈ പേഴ്സൺ ഒരു ഇൻസ്പിറേഷൻ ആണ്, മോട്ടിവേഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളിലും നന്നായി തന്നെ പ്രവർത്തിച്ച് വിജയത്തിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് ആണ്. ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഒരു കുടുംബം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പം ഈ വ്യക്തി സിംഗിൾ ആയിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ആ ഒരു ഫാമിലി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങളിലൂടെ ഈ വ്യക്തിക്ക് അതെല്ലാം പരിഹരിക്കാനായിട്ട് സാധിച്ചു. ഇപ്പൊ വളരെയധികം ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ എങ്കിൽ, ഈ ദേഷ്യപ്പെടുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റില്ല. ആ ഒരു പ്രശ്നം ഊതി വീർപ്പിക്കാനായിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ കാരണം വന്നതോടുകൂടി ഈ പേഴ്സണ് ഫാമിലി പരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ള രീതിയിലും കൂടിയാണ് നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ വന്നതോടുകൂടി, നിങ്ങൾ ഈ പേഴ്സന്റെ ഫാമിലിയിലേക്ക് വന്നതോടുകൂടി ഈ പേഴ്സന്റെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കെട്ടടങ്ങി, ഒരുപാട് സോൾവ് ആയി. അപ്പൊ ആ ഒരു സിറ്റുവേഷനും കൂടി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് വളരെയധികം പൊസസീവ് ആയിട്ട് കാണപ്പെടുന്നു. അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ്, ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ പേഴ്സൺ മറ്റുള്ളവരോട് മിണ്ടാൻ പാടില്ല, പോവാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, കുറച്ച് പൊസസീവ് ആണ് നിങ്ങൾ ഈ പേഴ്സന്റെ കാര്യത്തിൽ. അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾ വളരെയധികം പൊസസീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എപ്പോഴും എന്താണ്, എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് നെഗറ്റീവായിട്ടല്ല, വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ അതിനെ നോക്കി കാണുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷനും കാണാൻ കഴിയുന്നു. അപ്പോൾ 1 ഇയർ കിട്ടിയിട്ടുണ്ട്, റിസോർട്ട്, വെഡിങ് ഒക്കേഷൻ, റഷ്യ, UK, ഒക്ടോബർ, റണ്ണർ, മകം നാള് 24-ാം തീയതി 11/17, ട്വിൻ ഫ്ലെയിം ജേർണി. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.